വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിന്ന് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് നമ്മളിങ്ങനെ സയൻസ്, മാത്സ്, അത് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന നമുക്ക് ചുമ്മാ ഉള്ള വേറെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നാലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഫാക്ട്സിലോട്ട് കടക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ is one of the earliest civilization. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ വൺ ഓഫ് ദി ഏറ്റവും പഴക്കം ചെന്ന സിവിലൈസേഷൻ ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദി ഹാരപ്പാൻ കൾച്ചർ. ഇതിനെ നമ്മൾ ഹാരപ്പാൻ കൾച്ചർ എന്നും വിളിക്കാറുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ they settled there back in 5000 BC. അതായത് ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ 5000 വർഷങ്ങൾക്ക് മുന്നെയാണ്, BC അല്ല, 5000 വർഷങ്ങൾക്ക് മുന്നെയാണ് അവിടെ സെറ്റിൽ ചെയ്തത്. 5000 വർഷങ്ങൾക്ക് മുന്നേ. There were major cities. There were 3 major cities. ഹാരപ്പാൻ, മോഹൻജദാരോ. ഹാരപ്പാനും മോഹൻജദാരോ ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ ദി വേർഡ് മോഹൻജദാരോ മീൻസ് ദ മൗണ്ട് ഓഫ് ദി ഡെത്ത് ഇൻ സിന്ധി. അതായത് മോഹൻജദാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മൗണ്ട് ഓഫ് ദി ഡെത്ത് എന്നാണ്. ദീസ് സിറ്റീസ് വെർ ബിൽറ്റ് അപ്പ് ഓഫ് ബ്രിക്സ്. ഈ സിറ്റീസ് ബ്രിക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ചുടുകല്ലെന്നൊക്കെ നിങ്ങൾ പറയില്ലേ, അതിനെ ബ്രേക്ക് ചെയ്തെടുത്ത ബ്രിക്സ്, ചുടക്കിയ ബ്രിക്സ് ആണ് ഇവരെടുത്തിട്ടുള്ളത്. പിന്നെ ദ ബ്രിക്സ് വേർ സെയിം ഇൻ സൈസ്. എല്ലാ ബ്രിക്സിനും ഒരേ സൈസ് ആയിരുന്നു. അല്ലാതെ മറ്റേ കുട്ടിപ്പുര ഉണ്ടാക്കുന്ന പോലെ ഒരെണ്ണത്തിന് ഇഷ്ടികേൻ്റെ സൈസും ഒരെണ്ണം വലിയ ഇഷ്ടികയോ ഒരെണ്ണം ചെറിയ ഇഷ്ടികയോ ഒന്നും അല്ലായിരുന്നു. എല്ലാം ഒരു സ്പെസിഫിക് സൈസിലായിരുന്നു ക്രാഫ്റ്റ് മാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ദ സിറ്റി വാസ് ബിൽഡ് അറൗണ്ട് 2500 BC. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 2500 വർഷം മുന്നെയാണ് ഈ സിറ്റി ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഒരു ചെറിയ കളക്ഷൻ ഉണ്ട്. ഇവിടെ സെറ്റിൽഡ് ദെയർ ബാക്ക് ഇൻ 5000 എന്നല്ലേ ഞാൻ എഴുതിയേക്കണം. 5000 BC തന്നെയായിരുന്നു. അത് ഞാൻ അറിയാതെ മാറിപ്പോയി. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഇത്രയും നമ്മൾ ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ, കാരണം പഠിച്ച സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് Q&Aയിലോട്ട് പോവാം. ഈ Q&Aയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ഇടണ്ട, കാരണം നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലോട്ട് പോവാം. The city was built around BC. എത്രാം BC-യിലാണ് ഈ സിറ്റി ബിൽഡ് ചെയ്തതെന്നാണ് ഇതിൽ ചോദിച്ചേക്കുന്നത്. ഞാൻ നേരത്തെ കുറേ ഫാക്റ്റുകൾ തന്നിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു എത്ര BC-യിലാണ് ഈ സിറ്റി ബിൽഡ് ചെയ്തതെന്ന്. അവരവിടെ വന്നു, ആ സിറ്റി ബിൽഡ് ചെയ്തു. ബിൽഡ് ചെയ്തത് എത്രാം നൂറ്റാണ്ടിലാണ്, അല്ലെങ്കിൽ BC എപ്പോഴാണ് ബിൽഡ് ചെയ്തത് ആ സിറ്റി എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ വായിച്ചു നോക്കി പോസ് ചെയ്ത് ആൻസർ ഒരു നോട്ട്ബുക്കിലോ കയ്യിലോ എഴുതി വെക്കുക. എന്തായാലും ഞാൻ ഇതിൻ്റെ ആൻസർ എഴുതാൻ പോവാണ്. 2500 BC. 2500 BC-യിലാണ്, ഒരു സെക്കൻഡ്, 2500 BC-യിലാണ് ഇത് പണി കഴിപ്പിച്ചത്. 2500 BC-യിലാണ് ആ സിറ്റി പണി കഴിപ്പിച്ചത്. ഇത് ഞാൻ ഫാക്റ്റുകളിൽ കൊടുത്തിരുന്നു, നല്ലപോലെ ശ്രദ്ധിച്ചവർക്ക് കിട്ടും. പിന്നെ 5000 BC-യിലാണ് അവർ വന്നത്, പക്ഷെ 2500 BC-യിലാണ് അവർ ആ സിറ്റി പണി കഴിപ്പിച്ചത്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ ഫാക്ട്സിൽ പഠിച്ചത്. ഓക്കെ, അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ബ്രിക്സ് വെയർ ഇൻ സൈസ്. ആ ബ്രിക്സുകളെ എല്ലാം എങ്ങനത്തെ സൈസിലായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനത്തെ സൈസിലാണെന്ന്. മറ്റേ ഫാക്റ്റുകളിൽ രണ്ടാമത്തെ ലാസ്റ്റ് ഫാക്റ്റ് ആയിരുന്നു.
ഞാൻ പറഞ്ഞിരുന്നു കുട്ടികൾ കുട്ടിപ്പഴം പണിയണ പോലെയാണോ പല കഷ്ണങ്ങളായി പൊടിഞ്ഞ് ഒരു ഷേപ്പില്ലാതെയാണോ അതോ നല്ല ഷേപ്പിലാണോ ആ സിറ്റിയിലെ ബ്രിക്സ് അവിടുത്തെ ക്രാഫ്റ്റ്മാൻ ഉണ്ടാക്കിയിരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് they were in same size. ഏകദേശം സെയിം സൈസിലായിരുന്നു ആ സിവിലൈസേഷനിലെ എല്ലാ ബ്രിക്സും. അപ്പം സെയിം സൈസ് എന്നാണ് ഇതിന്റെ ആൻസർ. ഇത് കിട്ടിയവര് എന്താണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിയാക്കിയവര് എന്താണ് ലൈക്ക് ഇടണം. പിന്നെ ഒന്നും കിട്ടാത്തവരും ലൈക്ക് ഇടണം. എല്ലാം കിട്ടിയവരും ലൈക്ക് ഇടണം. എന്തായാലും ലൈക്ക് ഇട്ട് പൊടിച്ചു. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The civilization was also known as Indus Valley Civilization-നെ ഒരു പേരും കൂടെ നമ്മൾ വിളിക്കും. എന്താണ് ആ പേരെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ആ ഫാക്റ്റുകളിൽ ഫസ്റ്റ് 3 പോയിന്റ്സിൽ തന്നെ കൊടുത്തിരുന്നതാണ്. ഇത് തെറ്റിച്ചാൽ ഒന്നും കൂടെ കാണണം നിങ്ങൾ. ഇത് അത്രയ്ക്ക് സിമ്പിൾ വണ്ണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും എത്ര നേരം എടുത്തിട്ടാണെങ്കിലും ഇത് കഷ്ടപ്പെട്ട് സോൾവ് ചെയ്യാൻ നോക്ക്. വേണമെങ്കിൽ ബാക്ക് അടിച്ച് കണ്ടോ, ആരും ചോദിക്കാനും പറയാനൊന്നും വരില്ല. ബാക്ക് അടിച്ച് കണ്ടിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്തിട്ട് പോയാൽ മതി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹാരപ്പാൻ കൾച്ചറാണ്. ഹാരപ്പാൻ കൾച്ചറാണ് ഇതിൻ്റെ ആൻസർ. ഹാരപ്പാൻ കൾച്ചറാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കുറേ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ വീഡിയോസിനായി നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ ഓൺ ചെയ്തിടണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കിട്ടൂല. പിന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് വ്യൂസും കിട്ടൂല.